السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. بسم الله الرحمن الرحيم. وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സ്നേഹമുള്ള കൊച്ചനുജന്മാരെ, സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് എപ്പോഴും കൃതജ്ഞതാ നിർഭരമായ മനസ്സ് ഉണ്ടാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭൗതികമായും ദീനിയായും അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ജീവിതം ഒരു മഹായാത്രയാണ്. യാത്രയുടെ തുടക്കത്തിൽ നാം വളരെ ശക്തമായ ചില പ്രതിജ്ഞകൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. അള്ളാഹു ഈ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചതാ, നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിശ്വാസികളോടും അവിശ്വാസികളോടും ചോദിച്ചിട്ടുണ്ട്. മലയാളികളോടും ഇതര ഭാഷ പ്രയോഗിക്കുന്നവരോടും ചോദിച്ചിട്ടുണ്ട്. അന്ത്യനാൾ വരെയുള്ള മനുഷ്യരാശിയോട് ഒന്നാകെ ചോദിച്ചിട്ടുണ്ട്. ഖാല അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ചോദ്യം മാത്രമല്ല, നാം നൽകിയ മറുപടിയും അള്ളാഹു ഖുർആനിൽ പറയുന്നു. ഖാലൂ ബല, അതെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചോദ്യം അള്ളാഹു ചോദിച്ചതോ അതെ എന്ന് മറുപടി പറഞ്ഞതോ ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കാം. അള്ളാഹുവിൻ്റെ ആ ചോദ്യം കേട്ടവരോ അതെ എന്ന് മറുപടി പറഞ്ഞതോ ഓർമ്മയുള്ളവർ ഒരു കയ്യും പൊങ്ങുന്നില്ല. പക്ഷേ ഇത് ഓർമ്മയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്
റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എനിക്കത് ഓർമ്മയുണ്ട്. മറവി മനുഷ്യ സഹജമാണ്. ഈ കരാറിൻ്റെ കാര്യം വിടാം. മറ്റ് പല പ്രതിജ്ഞകളും നാം പലപ്പോഴായി ഐ പ്രോമിസ് എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തവർ ഇതിലുണ്ട്. പലതും മറന്നുപോയിട്ടുണ്ട് കുറഞ്ഞ കാലയളവിൽ തന്നെ. ഇങ്ങനെ മറന്നുപോയവരെ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മെസഞ്ചർമാരെ അയച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ ഈ കരാർ ഓർമ്മപ്പെടുത്താൻ വന്നവരാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. അറിയുന്നതാണെങ്കിൽ തന്നെ ഓർമ്മപ്പെടുത്തണം. ഓർമ്മപ്പെടുത്തുമ്പോൾ മറവിയുടെ പൊടി പിടിച്ചിരുന്ന തീവ്രമായ ചില ഓർമ്മകൾ കൂട്ടി ഉരച്ചാൽ സ്ഫുലിംഗങ്ങളുണ്ടാകുന്ന ഓർമ്മകൾ പലതും നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ ആദ്യ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ ചുമതലപ്പെടുത്തി. ഇതൊരാളും അറിയാതിരിക്കരുത്. പിന്നീട് 124,000 അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കന്മാരെ അയച്ചു, മുർസലീങ്ങളെ അയച്ചു. അവരെല്ലാവരും നിരന്തരമായി ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ ഒരു കരാറുണ്ട്. രാജാധിരാജനായ അള്ളാഹുവിനോടുള്ള കരാറാണ്. അള്ളാഹുവിൻ്റെ പക്ഷത്തുനിന്ന് കരാറിൻ്റെ ലംഘനമുണ്ടാവില്ല. നമ്മുടെ പക്ഷത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ആ കരാർ നാം പൂർത്തിയാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ശതക്കണക്കിന് സഹസ്രക്കണക്കിന് അല്ലാഹു പൂർത്തിയാക്കി തരും. ഏറ്റവും ചുരുങ്ങിയത് ദശക്കണക്കാണ്. ഒരു ഹസനത്ത് ചെയ്താൽ 10 പ്രതിഫലം. അതിൽ ചുരുങ്ങിയതില്ല. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബതത് 7 സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നത്, നന്മ ചെയ്യുന്നത്, ഒരു ധാന്യം മുളക്കാനിട്ടിട്ട് അതിൽ നിന്ന് മുള പൊട്ടി വന്ന തൈയിൽ 7 കതിരുകൾ വന്നതിനോട് ഉപമിക്കുകയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ. ഓരോ കതിരിലും 100 നെന്മണികൾ. അങ്ങനെ ഒരു നെന്മണി വിതറിയിട്ട് 7 കതിരുകൾ അതിന് വരികയും ഓരോ കതിരിലും 100 നെന്മണികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ 700 നാം ചെയ്യുന്ന ഹസനത്ത്, അതിന് നമ്മുടെ ഇഖ്ലാസും അതിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസമനുസരിച്ച് 10, 70, 700 വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ കണക്കില്ല. അള്ളാഹുവല്ലേ കൊടുക്കുന്നവൻ. കൊടുത്താൽ തീരാത്ത അക്ഷയഖനിയാണല്ലോ അള്ളാഹുവിൻ്റെ ഖജനാവ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അങ്ങ് ഇരട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കണക്കില്ല. എത്ര കാരുണ്യവനാണ് അള്ളാഹു. അള്ളാഹുവിനോട് നമ്മുടെ വികാരം എന്താണ്? അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതിഫലനം എന്താണ്?
ഭയമാണോ? ആശങ്കയാണോ? സ്നേഹമാണോ? താല്പര്യമാണോ? പ്രതീക്ഷയാണോ? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷെ പൊതുവെ കേൾക്കാവുന്ന ഒരു ഉത്തരം പേടി എന്നാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ശിക്ഷയും നരകവും തിരിച്ചടികളും പ്രതികാരങ്ങളും എന്ന ഒരു കൺസെപ്റ്റ് അല്ലല്ലോ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നാം മനുഷ്യരെ ആലോചിച്ച് നോക്കൂ. നമുക്കൊരാൾ വലിയ ഒരു സഹായം ചെയ്തു. സാമ്പത്തികമാകാം, അല്ലാത്തതാകാം. നമുക്കത് വലിയ സഹായമായി അനുഭവപ്പെട്ടു. അയാളോടുള്ള നമ്മുടെ വികാരം എന്താണ്? അയാളെ കാണുമ്പോൾ നാം അങ്ങോട്ട് ചെന്ന് ഹസ്തദാനം നൽകും. അയാളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 100 നാക്കാണ് മദ്ഹ് പറയാൻ. അയാളെ ആരെങ്കിലും വിമർശിക്കുന്നത് കേട്ടാൽ നമുക്കത് അനിഷ്ടമായി അനുഭവപ്പെടും. എപ്പോഴും നമ്മുടെ നിലവിൽ അയാളുണ്ട്. കാരണം മറക്കാൻ കഴിയാത്തൊരു സഹായം അയാൾ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നമുക്ക് ഭയം, ആശങ്ക, പേടി, ഇങ്ങനെ ഒരു വികാരമുണ്ടാകാൻ അള്ളാഹു നമ്മോട് എന്തു ചെയ്തു? നമ്മെ ആക്രമിച്ച ഒരാളെ നമുക്ക് അസഹ്യമായ വിധത്തിൽ ഇടങ്ങേറുണ്ടാക്കിയ ഒരാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വിമ്മിഷ്ടമുണ്ട്. ചിലപ്പോൾ അത് കോപാവേശമായി മാറും. അള്ളാഹു നമ്മെ എന്തു ചെയ്തു? അള്ളാഹു നമ്മോട് എങ്ങനെയാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ സ്നേഹം എന്ന, ആദരവ് എന്ന ഒരു വികാരമല്ലാത്ത ഒന്നും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരില്ല. നമ്മെ അള്ളാഹു ജനിപ്പിച്ചു. ജനനം നമുക്ക് ഖൈറായോ ഷർറായോ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അള്ളാഹു നമ്മെ പടച്ചു, ഇല്ലായ്മയിൽ നിന്ന് നമ്മെ നിർമ്മിച്ചു, നമ്മെ സൃഷ്ടിച്ചു. അത് നമുക്ക് മഹ്ലായ ഖൈറാണ്. കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅറദ്തു അൻ ഉഅറഫ് ഫഖലഖ്തുൽ ഖൽഖ്. ഞാൻ ജനങ്ങൾക്ക്, സൃഷ്ടികൾക്ക് അറിയാത്ത ഒരു നിധിയായിരുന്നു. കാരണം സൃഷ്ടികളില്ല, അപ്പോൾ സൃഷ്ടികൾക്ക് അറിയില്ലല്ലോ. ഫഖലഖ്തുൽ ഖൽഖ്, എന്നെ അറിയാൻ, എന്നെ അറിയിക്കാൻ ഉദ്ദേശിച്ച് ഞാൻ സൃഷ്ടി കർമ്മം നടത്തി. അപ്പം അള്ളാഹു നമ്മെ പടച്ചത് അള്ളാഹുവിനെ അറിയാൻ. അള്ളാഹുവിനെ നാം അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. അള്ളാഹു എന്നെ പടച്ചല്ലോ. ജന്മം അള്ളാഹു നൽകിയത് നമുക്ക് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ അറിയാനും സമ്പർക്കപ്പെടാനും. കുടുംബജീവിതം, മാതാപിതാക്കളുമായുള്ള ജീവിതം, അറിവിൻ്റെ വിഹായസുകളിലൂടെ നമുക്ക് പറക്കാൻ സാധിക്കുക, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമാകാൻ സാധിക്കുക,
സംഭവബഹുലമായ ഭൗതിക ജീവിതത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ലിഖാ ഉണ്ടാവുക, സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ സമ്മേളിക്കുക, സർവ്വ അമ്പിയാക്കന്മാരുടെയും സമ്പർക്കം കിട്ടുക, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅ്മത്തുകൾ. വഇൻ തഉദ്ദൂ നിഅ്മത്തല്ലാഹി ലാ തുഹ്സുഹാ. എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅ്മത്തുകളാണ്. നാം ഓരോ നിമിഷവും അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നമ്മെ പടച്ചതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അള്ളാഹ് നമ്മളെ പടച്ചു എന്നത് സർവ്വ അനുഗ്രഹങ്ങളുടെയും മൂലകാരണമാണ്. അള്ളാഹു നമ്മെ പടച്ചു എന്ന് ആലോചിച്ചാൽ തന്നെ അൽഹംദുലില്ലാ ലക്കൽ ഹംദ് വലക ശുക്ർ. അള്ളാഹുവേ, നീ എനിക്ക് ജന്മം നൽകിയല്ലോ, നീ എനിക്ക് ജീവിതം നൽകിയല്ലോ, നീ എനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത സൗഭാഗ്യങ്ങൾ നൽകിയല്ലോ, ലക്കൽ ഹംദ്. നമ്മുടെ നാവിൽ നിന്ന് ഹംദിൻ്റെ വചനങ്ങൾ, നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനോടുള്ള കൃതജ്ഞതയും ആ സ്തുതിയുടെ മനോഭാവവും മനസ്സിൽ നിന്ന് മായാതെ, നാവിൽ നിന്ന് വേർപ്പെടാതെ ഇരിക്കാൻ അള്ളാഹു നമ്മളെ പടച്ചു എന്ന ആ നിഅ്മത്ത് തന്നെ മതി. പടച്ചിട്ട് നാം ഇത്ര വലുതായി. നമുക്ക് അല്ലാഹു തആല ശ്വാസോച്ഛ്വാസത്തിന് തടസ്സങ്ങളൊന്നുമില്ലാതെ ബില്ലടക്കാതെ ഓക്സിജൻ തന്നു. ഗ്യാസ് കത്തിക്കണമെങ്കിൽ നമ്മൾ 1000 രൂപ ചെലവാക്കി സിലിണ്ടർ വാങ്ങി കൊണ്ടുപോകണം. നമുക്ക് ശ്വസിക്കാൻ ഓക്സിജനുമായി നാം വന്നില്ല. എവിടെ പോകുമ്പോഴും നാം അത് പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നുമില്ല. സുഭിക്ഷമാണ്. ഓക്സിജന് സിലിണ്ടർ വാങ്ങി കൊടുക്കുന്ന ഓക്സിജനും ഉണ്ടല്ലോ. എത്രയാ കാശ് നമ്മൾ ഇതുവരെ ജീവിച്ചത്. കാശടച്ചിട്ടാണെങ്കിൽ നമ്മുടെ തറവാട് വിറ്റാൽ നമുക്ക് ശ്വസിക്കാൻ കഴിയുമോ? ഒന്നുമില്ല. ആരും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഈ ശ്വാസോച്ഛ്വാസം. അല്ലാഹു തആലയോട് നമുക്ക് എന്തെങ്കിലും അവകാശമായി ചോദിക്കാനുണ്ടോ? എനിക്ക് വായു, ഓക്സിജൻ തന്നേ മതിയാകൂ. നീ എന്നെ പടച്ചതല്ലേ, പിന്നെ ഓക്സിജൻ തരാതെ ഇടാൻ പാടില്ല. അങ്ങനെ ഒരു ബാധ്യത അള്ളാഹ്ക്കുണ്ടോ? അള്ളാഹുവിന് ആ ബാധ്യതയില്ല. ലാ യജിബു അലല്ലാഹി ശൈഉൻ. നമ്മളെ സൃഷ്ടിക്കലോ നമുക്ക് വേണ്ടത് നൽകലോ സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നൽകലോ ഒന്നും അള്ളാഹുവിന് ബാധ്യതയില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. എല്ലാ ജീവികളുടെയും റിസ്ഖ് അള്ളാഹു ഏറ്റിട്ടുണ്ട്. അത് ബാധ്യതയല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രം. തന്നില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല, ചോദിക്കാനൊട്ടും ന്യായവും ഇല്ല. അള്ളാഹു നമുക്ക് ഇത് തരാൻ നാം എന്ത് ചെയ്തു? മുസ്ലിമായതാണോ? മുസ്ലിം അല്ലാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്നില്ലേ? മറ്റ് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും നിരീശ്വരവാദികൾക്കും അള്ളാഹു ഇതെല്ലാം ധാരാളമായി നൽകും. അപ്പോൾ നാം അള്ളാഹു തആലക്ക് വിശ്വാസിയായതുകൊണ്ടോ ആബിദായതുകൊണ്ടോ ഒന്നും അല്ല ഇത് തരുന്നത്, അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രം. ഇതാലോചിക്കുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് ഭയപ്പാടാണോ ആശങ്കയാണോ? അള്ളാഹുവിനോട് നമുക്ക് തീർത്താൽ തീരാത്ത ഒരു വിധേയത്വമല്ലേ വരിക? ഓ, എല്ലാം നൽകിയവൻ. ആഹാരം കഴിച്ചാൽ നാം അറിയാതെ അതിൻ്റെ ഡൈജസ്റ്റിംഗ് നടക്കുന്നു. അതിൽ നിന്ന് രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ആവശ്യമായ അന്നജങ്ങളെല്ലാം അതിൽ നിന്ന് വലിച്ചെടുത്ത് വേസ്റ്റ് പുറന്തള്ളും. ഇത് 15 വയസ്സും 20 വയസ്സും 30ഉം 40ഉം 50ഉം വയസ്സ് വരെ ജീവിച്ച നമുക്ക് ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വല്ല ബില്ലും അടച്ചോ?
പക്ഷേ ബില്ലടച്ച് മൂത്രിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ മതി. മൂത്രം സ്റ്റക്കായിപ്പോയി, ഓപ്പറേഷൻ 3.5 ലക്ഷം. 1 ലക്ഷമാക്കി ചുരുക്കുക നമ്മൾ. എങ്കിൽ ദിനേന മൂത്രിക്കുന്നതിന് 1 ലക്ഷം വെച്ച് ബില്ലിട്ടാൽ നമ്മൾ എത്ര കോടി രൂപക്ക് മൂത്രിച്ചു? ബാക്കി അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്താൽ നമ്മുടെ ഈ ജീവിതത്തിന് ദൈനംദിനം നമുക്ക് നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു ബ്ലോക്ക് നൽകിയാൽ അത് കൃത്രിമമായി നാം നടത്തണമെങ്കിൽ അതിൻ്റെ മെനക്കെടും ചെലവും നാം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായുള്ള സ്ട്രെസ്സും എണ്ണിയാലൊടുങ്ങാത്തതാണ്. ഞാൻ നടക്കുന്നു, എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി, അതിൻ്റെ ദഹന പ്രക്രിയ ഞാൻ നോക്കേണ്ടതില്ല. ഖളാഉൽ ഹാജത്തിൻ്റെ സമയം വരുമ്പോൾ ബാത്റൂം റെഡിയായാൽ മതി, ഡോക്ടറെ കൂട്ടേണ്ടതില്ല കൂടെ. അവൻ സുഖമായി അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി, എല്ലാ പ്രയാസങ്ങളും നീക്കി എൻ്റെ ശരീരത്തിന് സുഖം നൽകിയ അല്ലാഹ് അൽഹംദുലില്ലാ. അത് പറയൽ സുന്നത്താണല്ലോ. അത് പറയൽ സുന്നത്തല്ലെങ്കിൽ തന്നെ നാം അത് പറഞ്ഞു പോകും അറിയാതെ. അൽഹംദുലില്ലാ. ലൗ ലം യഖഫില്ലാഹ സുഹൈബുൻ ലം യഅസിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, സുഹൈബിന് അള്ളാഹുവിന് ഭയമില്ലെങ്കിൽ തന്നെ ലം യഅസിഹി, ഒരിക്കലും അള്ളാഹുവിനെ എതിര് ചെയ്യില്ല. എന്താണ് ആ പറഞ്ഞ ആശയം? നാം പലപ്പോഴും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണ്, ശിക്ഷയുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ്, ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ്. നരകത്തിൽ പോയാൽ എന്തു ചെയ്യും? നരകം എത്ര വരെ നമുക്ക് നരകം ഒപ്പിച്ചു പോകാൻ പറ്റും? എത്ര മണിക്കൂർ നമുക്ക് നരകം സഹിക്കാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിൽ ഏറ്റവും ലോക്കൽ, വളരെ താഴ്ന്ന ഡിഗ്രിയിലുള്ള ശിക്ഷ, അതിൻ്റെ താഴെ അവിടെ ശിക്ഷയില്ല. അതേതാണ്? ഒരാള് ഫീ ലഹ്ലാഹിൻ മിനന്നാർ, നരകത്തിൽ അവൻ്റെ കാൽപാദങ്ങൾ മൂടത്തക്ക വിധം തീ, അല്ലാതെ മുട്ടുവരെ ഒന്നുമില്ല, കാൽപാദങ്ങൾ മൂടത്തക്ക വിധം തീയിൽ അവനെ നിർത്തും. ഫയഗ്ലീ മിൻഹു ദിമാഗു, ആ തീയിലങ്ങ് ചവിട്ടുമ്പോൾ അവൻ്റെ തലച്ചോറ് ഉരുകിപ്പോകും. ഇതാണ് വളരെ ചെറിയ ശിക്ഷ. നരകത്തിൻ്റെ ചൂട് നമുക്ക് ഇമാജിനേഷന് സാധിക്കുമോ? നരകത്തിൻ്റെ ചൂട് എത്രയാ? നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടത്. ഭൗതിക ലോകത്തുള്ള തീയിൻ്റെ 69 ഇരട്ടി. ഭൗതിക ലോകത്തുള്ള തീ എത്രയാ? എത്ര ഡിഗ്രി ചൂടാണ്? 100 ഡിഗ്രി ചൂടിൽ വെള്ളം തിളക്കും, നമുക്കറിയാം. 1000 ഡിഗ്രി ചൂടിൽ ഇരുമ്പ് ഉരുകും. എന്നാൽ ഭൗതിക ലോകത്തുള്ള തീ എത്ര ഡിഗ്രിയാണ് ചൂട്? ആറ്റം ബോംബ് പൊട്ടിയാൽ ആ ഊഷ്മാവിൻ്റെ ഡിഗ്രി ലക്ഷക്കണക്കിന് ഡിഗ്രിയാണ്. എന്നാൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടണമെങ്കിൽ അത്രയും ഊഷ്മാവ് വന്നെങ്കിലേ പൊട്ടുള്ളൂ. പിന്നെ അത് പൊട്ടിയാലുള്ള അതിൻ്റെ ചൂടിന് ഡിഗ്രി ഇതുവരെ കണക്കാക്കിയിട്ടുമില്ല. ഇതാണ് ഭൗതിക ലോകത്തിൽ ഇപ്പം കണ്ടെത്തിയിട്ടുള്ള തീയിൽ ടോപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കണം.
ഇതിൻ്റെ 60 ഇരട്ടി എന്ന് പറഞ്ഞാൽ ആ തീയിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നരകത്തിലെ തീയിൽ നിന്ന് ഒരാളെ എടുത്ത് ഈ ഭൗതിക ലോകത്തിലെ തീയിലങ്ങ് കിടത്തിയാൽ അവൻ ഉറങ്ങിപ്പോകുന്ന. ഭൗതിക ലോകത്തെ തീയിൻ്റെ ഡിഗ്രിയും ചൂടുമാണ് ഇപ്പം നമ്മൾ ചെറിയ നിലക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുപ്പിലെ തീയല്ല, ഇരുമ്പുരുകാനുള്ള തീ 1000 ഡിഗ്രി മതി. ആറ്റം ബോംബ് പൊട്ടുമ്പോഴുള്ള ലക്ഷക്കണക്കിന് ഡിഗ്രി, ഹൈഡ്രജൻ ബോംബ് പൊട്ടുമ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടില്ലാത്ത അത്ര ചൂട്. അതിലേക്ക് നരകത്തിലുള്ള ഒരാളങ്ങോട്ട് എടുത്തിട്ടാണ് ഇവിടെ ഉറങ്ങിപ്പോകുന്ന. എങ്കിലെന്തായിരിക്കും അത്? അത് ഭയപ്പെട്ടിട്ടാണ് പലപ്പോഴും നാം തിന്മകളിൽ നിന്ന് മാറുന്നത്. പക്ഷേ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ ലം യഖഫില്ലാഹ സുഹൈബുൻ. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, മൂപ്പർക്ക് റൂമി എന്ന് പറയാൻ കാരണം റോമുകാരനല്ല അദ്ദേഹം അറബി തന്നെയാണ്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് റോമാ രാജ്യത്താണ് മൂപ്പര് വളർന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു മലയാളി കുട്ടിയെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വളർത്തി വലുതായി വരുമ്പോൾ ഓൻ തമിഴേ സംസാരിക്കുകയുള്ളൂ, മലയാളം അങ്ങോട്ട് വഴങ്ങൂല. ആ ഒരു തകരാറ് മൂപ്പർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സുഹൈബുർ റൂമി എന്നിങ്ങനെ ആളുകൾ പറഞ്ഞു വന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തിന് അള്ളാഹുവിനെ പേടിയൊന്നും വേണ്ട. അള്ളാഹുവിനെ പേടിച്ചിട്ടില്ലെങ്കിലും ലം യഅസിഹി, അള്ളാഹുവിന് എതിര് ചെയ്യൂല. എന്താണ് അതിൻ്റെ രസതന്ത്രം? അള്ളാഹുവിനെ പേടിച്ചിട്ട് തിന്മയിൽ നിന്ന് മാറുന്ന നാം ആ ഒരു വികാരമില്ലാതെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സ്നേഹം കൊണ്ട്. സ്നേഹം ഭയത്തേക്കാൾ വലിയ ആക്ഷൻ സ്നേഹം കൊണ്ടുണ്ട്. നമ്മുടെ ചെറിയ മക്കളില്ലേ, പിഞ്ചു കുട്ടികൾ, വീട്ടിലുള്ള സ്വന്തം മക്കളോ പേരക്കുട്ടികളോ പെങ്ങളെ മക്കളോ ഒക്കെ ഉണ്ടാവും. നമുക്ക് വലിയ സ്നേഹമുള്ള മക്കൾ, ആ മക്കൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ, ഇന്നത് കൊണ്ടുവരണം, ഉപ്പാപ്പ വരുമ്പോൾ കൊണ്ടുപോയി കൊടുക്കൂലേ? കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് ദോഷമില്ലാത്തത് എന്തായാലും കൊണ്ടുപോയി കൊടുക്കും. എന്തുകൊണ്ട് നമ്മെ കർമ്മോത്സുകനാക്കുന്നു? അവിടെ മറ്റൊരാൾ പറഞ്ഞത് നമ്മൾ ചെയ്തോളണമെന്നല്ല. ഈ കുട്ടി പറഞ്ഞ കുട്ടിയുടെ ആഗ്രഹം അതെന്തുകൊണ്ടാണ്? പേടിച്ചിട്ടല്ല, സ്നേഹം കൊണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഈ കുഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നോട് ഏൽപ്പിച്ച ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, അത് കയ്യിലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഓടി വരുമ്പോൾ വെറും കയ്യോടെ എങ്ങനെ കയറിച്ചില്ല? കഴിയൂല. അവന് വണ്ടി നിർത്തി, ഈ കുട്ടിക്ക് മിഠായി വാങ്ങാൻ വേണ്ടി മാത്രം വണ്ടി നിർത്തി വാങ്ങിപ്പോകും. സ്നേഹമാണ്. എങ്കിൽ ഈ കുഞ്ഞിനോടുള്ള നമ്മുടെ ഈ വിധേയത്വവും സ്നേഹവും എന്തടിസ്ഥാനത്തിലാണ്? ആ കുട്ടി നമുക്ക് എന്താണ് ചെയ്തു തന്നിട്ടുള്ളത്? ഒന്നുമില്ല. നമ്മെ സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല, ശാരീരികമായി സഹായിച്ചിട്ടില്ല. ചെറിയ കുട്ടിയാണ്. നമുക്ക് ആ കുട്ടിയിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെന്താ? വെറും നിർവ്യാജമായ സ്നേഹം, വാത്സല്യം, ആ ഒരു സംഗതി മാത്രമല്ലേ ഉള്ളൂ അവിടെ. എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ നാം സന്നദ്ധനാവുകയാണ്. എങ്കിൽ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് എന്ത് വേണമെങ്കിലും നൽകുകയും ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് അല്ലാഹു തആല. നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതൊക്കെ ചോദിക്കാതെയാണ്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു, നാശ്ത കഴിച്ചല്ലോ, സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ ദ്വാരുന്നോ, അള്ളാഹുവേ ഇന്നത്തെ നാശ്ത തരണമെന്ന്. ഇന്ന് ഉച്ചക്ക് ഫുഡ് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും. നമ്മൾ ദ്വാരക്കണില്ല. ചിലപ്പോൾ വർസുക്കനാന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ദ്വാൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയെങ്കിൽ പെട്ടു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു ദിവസം ഇന്നത്തെ ഭക്ഷണം നൽകണമെന്ന് നമ്മൾ ദ്വാരുന്ന ഓർമ്മയുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ചാരിതാർത്ഥ്യത്തിന് അവകാശമുണ്ട്. അതൊന്നും നമ്മൾ ചോദിക്കണില്ല അള്ളാഹിനോട്, എന്നിട്ട് തരുകയാണ്.
നീ നടന്നോ, നീ ശ്വസിച്ചോ. ഓക്സിജൻ എല്ലായിടത്തും ഞാൻ ഇട്ടിട്ടുണ്ട്, എവിടെ പോകുമ്പോഴും ഓക്സിജൻ സിലിണ്ടർ എടുക്കണ്ട. ഭക്ഷണമുണ്ട്, അള്ളാഹു പടച്ചവർക്കൊക്കെ ഭക്ഷണമുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റ് നമ്മെ എപ്പോഴും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശ്വാസമോ ഉച്ഛ്വാസമോ സ്റ്റക്കായി പോയാൽ കഴിഞ്ഞ കാര്യം. അതിന് എത്ര മിനിറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ടാകും? ഒരു സെക്കൻഡ് വേണ്ട എല്ലാം തകിടം മറിയാൻ. അപ്പം എത്ര കെയറാണ് അള്ളാഹു തആല നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ആലോചിച്ചാൽ നമ്രശിരസ്കരാകും. സുജൂദിൽ നിന്ന് തല ഉയർത്താൻ നമുക്ക് തോന്നില്ല, അത്രമാത്രം നാം വിനയാന്വിതരാകും. അതാണ് ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ലൗ ലം യഖഫില്ലാഹ സുഹൈബുൻ ലം യഅസിഹി. സുഹൈബിന് അള്ളാഹുവിനോട് വലിയ ആദരവാണ്, വലിയ സ്നേഹമാണ്. എങ്കിൽ നാം സ്നേഹിക്കുന്നവരുടെ അജ്ഞാനുവർത്തിയായിരിക്കും. തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. തഅസിൽ ഇലാഹ, അള്ളാഹുവിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്ത് നീ നടക്കുന്നു. വഅൻത തുദ്ഹിറു ഹുബ്ബഹു, എന്നാൽ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് നിന്റെ പ്രകടനം. ലൗ കാന ഹുബ്ബുക സാദിഖൻ, ശരിക്കും ഈ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ലഅതഅതഹു, നീ അള്ളാഹുവിന് വഴിപെട്ട വിനയാന്വിതനായിരിക്കും. എന്തുകൊണ്ട്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. ഒരു സ്നേഹിതൻ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹഭാജന എന്താഗ്രഹിച്ചുവോ അതിവൻ ചെയ്തിരിക്കും. അതാണ് നാം നേരത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കണ്ടത്. അവരാഗ്രഹിക്കുന്നത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. മഹബ്ബത്ത് സാദിഖാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ മഹബൂബിൻ്റെ താല്പര്യമായിരിക്കും മുമ്പന്തിയിലുണ്ടാകുക. അള്ളാഹുവിന് ഇത് ഇഷ്ടമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വല്ല നിർഭയത്വവും ഉണ്ടോ? അതിന് അവകാശമുണ്ടോ? നമുക്കൊരു ഉദാഹരണത്തിലൂടെ കാര്യം മനസ്സിലാക്കാം. ഫ്ലൈറ്റ് യാത്ര ചെയ്തവരാണ് നമ്മിൽ പലരും. 400 യാത്രികരുള്ള ഒരു ഫ്ലൈറ്റ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നു. ഭൂമിയിലും ആകാശത്തുമല്ലാതെ നടക്കുന്ന ആ അഭ്യാസ പ്രകടനത്തിൽ ഇവിടുന്ന് ജിദ്ദയിലേക്ക് പോകേണ്ട 400 ആളുകൾ കയറിയ ഒരു ഫ്ലൈറ്റ് എന്ത് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫ്ലൈറ്റിൽ കയറുന്നത്? ഈ കയറിയാൾക്ക് അയാൾ പൈലറ്റല്ല, ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയില്ല. ഒരു പൈലറ്റും ഒരു കോ പൈലറ്റും ഉണ്ടാകുമ്പോൾ ഈ 400 ആളുകളും താങ്കളുടെ ജീവിതം പൂർണ്ണമായി ആ പൈലറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കല്ലേ. അയാൾക്ക് സമൂഹത്തോടുള്ള വിദ്വേഷം അങ്ങ് തീർക്കാൻ ഈ പൈലറ്റ് ഈ ഫ്ലൈറ്റ് കൊണ്ടുപോയി കടലിലേക്ക് അങ്ങിട്ടാൽ എന്ത് ചെയ്യും? സാധ്യതകളെമ്പാടും അപകടത്തിൻ്റെ സാധ്യതകളാണ് മുഴുത്തു നിൽക്കുന്നത് അവിടെ. പക്ഷേ നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് കോളേജിലോ മറ്റോ ഒക്കെ പഠിച്ച് അയാളൊരു പൈലറ്റായി ഓതറൈസ്ഡായി കഴിഞ്ഞാൽ നമ്മൾ ആ വെറും ഒരു മനുഷ്യനെ
നമ്മുടെയൊക്കെ ക്ലാസ്മേറ്റായി സ്കൂളിൽ നടന്നിരുന്ന ഇവനെ നമ്മുടെ ജീവൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളെ ജിദ്ദയിൽ എത്തിച്ചു തന്നാൽ മതി. ഒരു ഗ്യാരണ്ടിയും അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഹുസ്നുല്ലന്നാണ് അയാളോടുള്ള ഹുസ്നുല്ലൻ. അയാൾ നമ്മളെ അപകടപ്പെടുത്തൂല. അയാൾ പൈലറ്റാണ്, ഓതറൈസ്ഡ് പൈലറ്റാണ്. അതിൻ്റേതായ ഡിസിപ്ലിനൊക്കെ ഉണ്ടാവും, പഠിക്കണമെന്ന് തന്നെ. പിന്നെ അതിൻ്റെ കുറേ നിയമങ്ങളുണ്ടാവും. അതൊക്കെ പാലിച്ച് ആയിരിക്കും അയാളത് ഓട്ടുക. അയാൾക്ക് മനുഷ്യരോട്, ഇതിൽ കയറിയ മനുഷ്യ ജീവനുകളോട് അയാൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. ഇതൊന്നും അയാൾ അപകടപ്പെടുത്തില്ല എന്ന ഉറപ്പിലാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. എന്നിട്ട് കയറിയിട്ട് നമ്മൾ സുഖമായി അങ്ങ് കിടന്നുറങ്ങണം. ജിദ്ദയിലെത്തുമ്പോൾ അറിയണത്. ആശങ്കപ്പെട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് നോക്കണില്ല, ഇയാൾ ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് കൊണ്ടുപോകണത്, അപകടത്തിലേക്കാണോ നോക്കണില്ല. തന്നെപ്പോലെയുള്ള തൻ്റെ കൂടെ ക്ലാസ്മേറ്റായി പഠിച്ച മനുഷ്യരാശിയോട് അയാൾക്ക് പ്രത്യേകം കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ട് എന്ന് ബോധ്യപ്പെടാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവൻ അങ്ങോട്ട് കൊടുക്കുക മനുഷ്യരെക്കുറിച്ചുള്ള ലന്നാണ്. ഇതാണ് മനുഷ്യരാശിയെക്കുറിച്ചുള്ള ലന്നെങ്കിൽ ഫമാ വന്നുക്കും ബിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യമാണ് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. ആലമീങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ ലന്ന് ഇതാണ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു മസ്തിഷ്ക രോഗി, വളരെ ഡേഞ്ചറായ ഒരു സർജറിക്ക് വിധേയനാകാൻ തയ്യാറെടുക്കുകയാണ്. ഡോക്ടർമാർ തന്നെ ആശങ്കപ്പെട്ട സർജറിയാണ്. 30% വിജയസാധ്യത, അല്ലെ 40% വിജയസാധ്യത എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ കൊണ്ടുപോയി ആ ഡോക്ടറെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ശസ്ത്രക്രിയയുടെ കട്ടിലിൽ കിടക്കുന്നു, അനസ്തീഷയ്ക്ക് വിധേയനാകുന്നു. ഇയാൾ ചതിക്കില്ല എന്ന വെറും ഒരു ധാരണ. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാം. പക്ഷെ അയാൾ ചതിക്കില്ല, അയാൾ ഡോക്ടറാണ്, സർജനാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തൻ്റെ ജീവൻ ഡോക്ടറുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പം മനുഷ്യരിൽപ്പെട്ട ചിലരോട് തന്നെ നമ്മുടെ സർവസ്വവും അവരുടെ കയ്യിൽ സമർപ്പിച്ചാലും കുഴപ്പമില്ല എന്ന നിലക്ക് മനുഷ്യർ തമ്മിലുള്ള ഈ വിശ്വാസ്യത, മനുഷ്യരോട് തന്നെ യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് തന്നിട്ടില്ലാത്ത, നമ്മളോട് നന്മയിൽ വർത്തിക്കും അയാൾ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ തന്നെ ജീവൻ കയ്യിൽ കൊടുക്കാൻ സന്നദ്ധരാണെങ്കിൽ ഫമാ വന്നുക്കും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? അള്ളാഹു തആല നമ്മോട് വൈരാഗ്യമുള്ളവനല്ല, അള്ളാഹു നമ്മോട് ദേഷ്യമുള്ളവനല്ല. അള്ളാഹു നമ്മെ പടച്ചു, പടപ്പുകളോട് അള്ളാഹുവിനുള്ള സമീപനം എന്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ ആടുകളെ? ആട് പ്രസവിച്ചു, ചെറിയ കുഞ്ഞാട് ആ തള്ളയാടിൻ്റെ മുല കുടിക്കാൻ വരുമ്പോൾ തള്ളയാട് അതിൻ്റെ കുളമ്പ് അല്പം മാറ്റി ഒന്ന് ബാക്കോട്ട് ഒന്ന് വിടർത്തി വെക്കുന്നു. അതെന്തിനാണ്? ഈ ഓടി വരുന്ന കുഞ്ഞാടിൻ്റെ ഇളംമേനിയിൽ മരക്കഷണം പോലെ മൂർച്ചയുള്ള ഈ തള്ളയാടിൻ്റെ കുളമ്പ് കൊണ്ടാൽ അതിന് മുറിവ് പറ്റും, വേദനയാകും. അത് ഉണ്ടാകരുത് എന്ന നിലക്കാണ് അത് കാല് ഇങ്ങോട്ട് അകത്തി വെക്കുന്നത്. അങ്ങനെ
സർവജീവികളുടെയും മനസ്സിൽ ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അത്ഭുതം സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ഈ തള്ളക്ക് ഈ കുഞ്ഞിനോടുള്ളത് പോലെ ഉള്ളതിനേക്കാൾ വലിയ റഹ്മത്താണ്, കാരുണ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ മികച്ചു നിൽക്കുന്ന സ്വഭാവമാണത്, റഹ്മത്ത്, കാരുണ്യം. അപ്പം ഈ കാരുണ്യത്തിൻ്റെ കടലിൽ നമ്മെ അള്ളാഹു തആല ജനനം മുതൽ മരണം വരെ ആറാടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര, നമുക്ക് യാതൊരുവിധ അവകാശമോ മറ്റോ പറയാനില്ലാതെ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രയാണ്. ആ റഹീമായ അള്ളാഹുവിനോട് ഫമാ വന്നുക്കും റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം മുസ്ലിമും ബുഖാരിയും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തതായി കാണാം. അന ഇൻദ ളന്നി അബ്ദി ബി. നമ്മളെപ്പോഴും ആ വിഷയം നമ്മുടെ മനസ്സിൽ സജീവമായി നിൽക്കേണ്ടതാണ്, അത് കത്തിത്തന്നെ നിൽക്കണം. അന ഇൻദ ളന്നി അബ്ദി ബി. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയാ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് ധാരണയാണോ വെച്ച് പുലർത്തുന്നത് ആ നിലക്ക് അവന് എന്നെ അനുഭവിക്കാൻ കഴിയും. ഇദാ ദക്കറനി, എന്നെ അവൻ ഓർത്താൽ ഞാൻ അവനെ ഓർക്കും. വ അന മഅഹു ഇദാ ദക്കറനി, എന്നെ അവൻ ഓർക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ, അവൻ്റെ സഹായിയായി എല്ലാമായി കൂടെ ഉണ്ടാകും. ഫഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. അവൻ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു. ഓ, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. നമ്മൾക്കതിന് സമയം കിട്ടിയില്ല ഇതുവരെ, നമ്മൾ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടം എങ്ങനെയാണ് അവസാനിച്ചാലേ നമുക്ക് സമയം കിട്ടുള്ളൂ എന്നാകരുത്. അല്പസമയം വെറുതെ ഇരുന്ന് ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, സന്തോഷമുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്. എവിടെ നിന്ന് വന്നു ഇതിനി എങ്ങോട്ട് പോകുന്നു? എല്ലാം ഒരേ ഒരു ഉത്തരം, അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് എൻ്റെ ഹറക്കാത്ത് സക്കനാത്ത് മുഴുവനും നിരീക്ഷിച്ച് എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിൽ വെറുതെ ഇരുന്നൊന്ന് ആലോചിക്കുമ്പോൾ അറിയാതെ സ്നേഹമുണ്ടാകും, അള്ളാഹുവിനോട് ആദരവുണ്ടാകും, സ്നേഹമുണ്ടാകും. ഓ, എൻ്റെ അള്ളാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുത്ത് മറിച്ചാൽ തന്നെ മൂപ്പര് കലാമു റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ വചനമാണല്ലോ എന്ന് പറഞ്ഞ് ചുംബിച്ചതിന് ശേഷമാണ് ഓത്ത് കഴിഞ്ഞ് മുസാഫ് പൂട്ടി വെക്കുമ്പോൾ ഓ കലാമു റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ, എൻ്റെ ഇഷ്ടഭാജനമായ റബ്ബിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞ് അത് വീണ്ടും ചുംബിച്ചാണ് പൂട്ടി വെക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹമാണത്. അള്ളാഹു ഏതൊരു വസ്തുവിനോടും ഏതൊരു വ്യക്തിയോടും നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ റാത്തിനോട് മാത്രമല്ല സ്നേഹം, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകും. നാം ആദരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ വണ്ടി വന്നാൽ അതേ ജീലിൽ തന്നെ കുറേ വണ്ടി ആ കമ്പനി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ സുൽത്താനുൽ ഉലമൻ്റെ വണ്ടി വന്നാൽ എല്ലാവർക്കും ആ വണ്ടിയോടും താല്പര്യമാണ്. അതേമാതിരി വണ്ടി എത്രയോ ആളുകൾ ഇവിടെ ഓട്ടി നടക്കുന്നുണ്ട്. അത് കാണുമ്പോഴൊന്നും നമ്മൾ വേണ്ടി ചെയ്യണില്ല. അവരുപയോഗിച്ച വസ്ത്രം, അവരുടെ വീട്, അവരുടെ കുടുംബം, അവരുടെ മക്കൾ, അവരുടെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നു. അമുറു അലാ ജിദാരി ദിയാരി ലൈല
أقبل ذا الجدار وذا الجدار فما حب الجدار شغفنا قلبي ولكن حب من سكن الديار. ഒരാൾ അയാളുടെ ഇഷ്ടഭാജനമായ സ്ത്രീയെക്കുറിച്ച് പറയുക, ആ പെണ്ണിൻ്റെ വീടിനടുത്ത് പോകുമ്പോൾ അയാളുടെ ഭാര്യയാകുമെന്ന് നമ്മൾ വിചാരിക്കുക. അന്യ പെണ്ണിനോട് ഇതൊന്നും പറ്റില്ലല്ലോ. അവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീടിൻ്റെ ചുമരുകളൊക്കെ ഇങ്ങനെ ചുംബിച്ച് നടക്കും. എന്താ വീടിൻ്റെ ചുമര്? എല്ലാ വീടിൻ്റെയും ചുമര് പോലെ കല്ലും മണ്ണും ഒക്കെ തന്നെയാണ്. വമാ ഹുബ്ബുൽ ജിദാരി ശഗഫന ഖൽബി വമാ ഹുബ്ബുദ് ദിയാരി ശഗഫന ഖൽബി. ആ വീടിനോടുള്ള മഹബത്തല്ല, ആ വീടിൻ്റെ ചുമര് പണിത കല്ലും മണ്ണിനോടുമുള്ള മഹബത്ത് കൊണ്ടല്ല ഞാൻ ചുംബിക്കുന്നത്. വലാകിൻ ഹുബ്ബു മൻ സക്കന ദിയാറ, ആ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ സ്നേഹഭാജനമാണ്. അതുകൊണ്ട് ആ വീടും എനിക്കിഷ്ടമാണ്, ആ വീട്ടിലേക്ക് പോകുന്ന നടപ്പാത എനിക്കിഷ്ടമാണ്, അവരുപയോഗിക്കുന്ന എല്ലാം ഇഷ്ടമാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കലാമു റബ്ബി, ഖുർആനിൽ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു വികാരം തോന്നാറുണ്ട്. മുസഹഫ് നമ്മുടെ വീട്ടിലെല്ലാം ധാരാളമില്ലേ? മുസഹഫ് നമ്മുടെ ഷെൽഫിൽ വിശ്രമിക്കുകയല്ലേ? കഴിഞ്ഞ റമദാനിൽ നാം എടുത്തു നോക്കിയ മുസഹഫ് പൊടി പിടിച്ച് കിടക്കുക. പിന്നെ നമ്മൾ തൊട്ടിട്ടില്ല പലരും. എന്തുകൊണ്ട്? അള്ളാഹുവിനോട് മഹബത്ത് നമ്മളെ കൽബിൽ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റേതായി നമുക്ക് ലഭ്യമാകുന്ന ഒരേ ഒരു സംഗതി അള്ളാഹുവിൻ്റെ കലാമല്ലേ. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. മറ്റ് സിഫാത്തുകളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല കാര്യമായി നേരിട്ട്. എല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വൈകാരികമായി നമുക്ക് അള്ളാഹുവിൻ്റേത് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മേൽ ദാലായ ഖുർആൻ മുസഹഫ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ തന്ന ഗിഫ്റ്റ് പുസ്തകം, ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റ്, അത് നിങ്ങൾ അലമാരിയിൽ, നിങ്ങൾ ഷെൽഫിൽ ഭംഗിയായി വച്ചിരിക്കുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്നേഹം ഇങ്ങോട്ട് ഉണരുകയാണ്. എങ്കിൽ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് നമ്മെ വൈകാരികമായി ഇങ്ങനെ പരുവപ്പെടുത്തിയില്ല? അള്ളാഹുവിനോട് മഹബത്ത് ഇങ്ങോട്ട് വരാത്തതാണ് കാരണം. എന്തുകൊണ്ട് മഹബത്ത് വരുന്നില്ല? അള്ളാഹുവിനെ അറിയാത്തതാണ് കാരണം. അതാണ് ബഹുമാനപ്പെട്ട സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ അറിഞ്ഞു, സ്നേഹിച്ചു, ഹൃദയം മറന്ന് സ്നേഹിച്ചു. ഇനി അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നും ആലോചിക്കുക പോലുമില്ല. ലൗലം യഖഫില്ലാഹ സുഹൈബുൽ ലം യഅസഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതം, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുല്ലൻ, ഈ പൈലറ്റിനെ കുറിച്ച് ഹുസ്നുല്ലനുള്ള, അയാൾ എന്നെ അപകടപ്പെടുത്തില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും അയാളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നാം ആ പൈലറ്റിനെ കുറിച്ച് നല്ല ഒരു ഭാവന വെച്ച് പുലർത്തി നാം ഫ്ലൈറ്റിൽ കയറുന്നു. ഈ ഡോക്ടറുടെ സർജൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കിടന്നു കൊടുക്കണോ? എൻ്റെ ജീവിതം അപകടത്തിൽ പെടൂല എന്ന് വിചാരിച്ചിട്ടാ. എങ്കിൽ ഇവർക്കൊന്നും ഒരു കഴിവുമില്ലല്ലോ. പൈലറ്റിന് ഒരു ദേഹാസ്വാസ്ഥ്യം വന്നാൽ അയാളുടെ എല്ലാ കൺട്രോളും പോയില്ലേ? എന്നാൽ സർവശക്തനായ റബ്ബ്, ആ അള്ളാഹുവിനെ, അള്ളാഹു തആല എന്നെ നോക്കും എന്ന ഹുസ്നുല്ലന്നുണ്ടാകും. എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹു പറയുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് എന്നെ അവിടെ അവൻ പ്രതീക്ഷിച്ചോട്ടെ. ഫൽയളുന്ന ബി മാഷാ, അവൻ ഉദ്ദേശിച്ച ലന്ന് അവൻ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്ന അള്ളാഹുവിൻ്റെ ആ കാരുണ്യം, വഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ, ഹദീസിൻ്റെ ബാക്കിയാണ്. എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുത്താൽ, അല്പം അള്ളാഹുവിലേക്ക് അടുക്കാൻ തോന്നിയാൽ, തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും.
എന്താണ് ഈ അള്ളാഹു അടുക്കൽ? അള്ളാഹ് ഇങ്ങോട്ട് വരികയല്ല, അള്ളാഹ് നമ്മെ അടുപ്പിക്കുകയാണ്. അല്പം അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് മനസ്സ് തോന്നിയ അള്ളാഹു തആല കൂടുതലായി അടുപ്പിക്കുന്നു. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം എന്നിലേക്ക് അടുത്താൽ തഖറബതു ഇലൈഹി ബാഅൻ, അവനിലേക്ക് ഞാൻ ബാഅ്, രണ്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ അതാണ് ബാഅ്. ഒരു മുഴം അടുക്കാൻ ശ്രമിച്ചാൽ ഇത്ര ഞാൻ അടുപ്പിക്കും അവനെ. ഇത് നമ്മുടെ റബ്ബാ പറയണത്, മുമ്പ് കഴിഞ്ഞ ആൾക്കാരെ കുറിച്ചൊന്നല്ല, നമ്മളെ കുറിച്ചാണ് ഈ പറയണത്. നമ്മൾ അള്ളാഹുവിൻ്റെ അബ്ദാണ് എന്ന ബോധം ഉണ്ടാവുകയും അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണം എന്നാഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തി കൊണ്ടും നന്മ കൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാം. ഇതിന് ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ തന്നെ ഇരുന്നോളന്നില്ല. നമ്മളൊക്കെ വിവിധ തുറകളിൽ ജോലിയെടുക്കുന്നവരും സേവനം ചെയ്യുന്നവരൊക്കെയാണ്. അതെല്ലാം അള്ളാഹിൻ്റെ പൊരുത്തത്തിനാക്കാം. അള്ളാഹു നിരോധിച്ചതല്ലാത്ത എന്ത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാക്കാൻ നമുക്ക് സാധിക്കും. നിയ്യത്ത് നന്നായാൽ മതി. ഓഫീസ് ജോലി ചെയ്യുന്ന ആൾ ഓഫീസിലേക്ക് അങ്ങ് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല നല്ലൊരു ജോലി എനിക്ക് തന്നു, ഇതെൻ്റെ കുടുംബം പുലർത്തൽ എനിക്ക് വാജിബാണ്, അതിനുവേണ്ടി ഞാൻ ഈ ജോലി എടുക്കുന്നു എന്ന് കരുത്തോടുകൂടെ അവൻ പോകുമ്പോൾ അവൻ വൈകുന്നേരം 4 മണി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ഇബാദത്താവുകയാണ് അവൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ. അതിൽ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് വെച്ചാൽ മതി. കർഷകൻ രാവിലെ കൈക്കോട്ടുമായി അവൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് നിർബന്ധമായ എൻ്റെ കുടുംബം പുലർത്തൽ എനിക്ക് നിർബന്ധമാണ്, അവർക്ക് വേണ്ടി അവർക്ക് ചെലവ് കൊടുക്കാൻ ഇങ്ങനത്തെ ജോലികൾ എനിക്ക് ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ അള്ളാഹു തആല നിർബന്ധമാക്കിയ കടമ നിറവേറ്റാൻ വേണ്ടി എന്ന് കരുതി അവൻ്റെ പറമ്പിലിറങ്ങിയാൽ കൈക്കോട്ട് കൊണ്ട് കൊത്തുന്ന ഓരോ കൊത്തും അവൻ്റെ ഹസനാത്തിൻ്റെ ഏടിൽ രേഖപ്പെടുകയാണ്. എല്ലാം അങ്ങനെ തന്നെ. വിദ്യാർത്ഥികൾ ആണ് SSFുകാർ. നമ്മുടെ വിദ്യാഭ്യാസം അത് ഇബാദത്താണ്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത്, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇൽമ് നാം അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ ചെലവഴിക്കുന്നുവോ, നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം നാം ചെലവാക്കാൻ ഏറ്റവും പറ്റിയത് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇൽമിൻ്റെ മേഖലയാണ്. ശർഈയായ ഇൽമുകൾ അതാണ്. ഭൗതിക വിദ്യാർത്ഥികളുണ്ട് SSFുകാർ. അവർ പഠിക്കുന്നതും മുഴുക്കെ അവർക്ക് ഇബാദത്താക്കാം. അവർ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, കമ്പ്യൂട്ടർ സെൻ്ററിൽ പോകുമ്പോൾ ഇത് ഞാൻ ഈ സമൂഹത്തിന് ഉപകാരമുള്ള ഇൽമാണ്, ഇതൊക്കെ ആവശ്യമാണ്. എൻജിനീയറിങ് ആവശ്യമാണ്, ഫർള് കിഫയാണ്. എൻജിനീയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം, ഫർള് കിഫയാണ്. അതുപോലെ സൈക്യാട്രിസ്റ്റ് വേണം, ഫർള് കിഫയാണ്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും മനുഷ്യോപകാരപ്രദമായ എല്ലാ മേഖലകളും അത് ഫർള് കിഫയായ കാര്യങ്ങളായാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സാമൂഹിക ബാധ്യത. ഫർള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടണതാ, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടണതാണ്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനെയുള്ള ഇൽമുകളാണ് ഭൗതിക വിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാലയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ ഇത് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇൽമാകണം, സമൂഹത്തിനും, എനിക്കും സമൂഹത്തിനും കുടുംബത്തിനും സമുദായത്തിനും ഉപകാരപ്പെടണം. ആ നിയ്യത്ത് ചെയ്താൽ അവൻ അവിടുന്ന് പഠിക്കുന്ന, അതിന് ഇരിക്കുന്ന, അവൻ നോട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഹസനാത്താവുകയാണ്. അങ്ങനെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാക്കാൻ എല്ലാവർക്കും സാധിക്കും. ഇതാണ് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഓർക്കൽ നമ്മുടെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തിലും വേണം. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്നാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. ആ പ്രവൃത്തി മുഴുവൻ ദിക്റിൻ്റെ പട്ടികയിൽ വരികയാണ്. അപ്പം എന്നെ അവൻ സ്വന്തം ഒറ്റയ്ക്കിരുന്ന് അവൻ വർക്ക് ചെയ്താലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് അവൻ്റെ മനസ്സിൽ കരുതുന്നതോടുകൂടെ ദക്കർതുഹു ഫീ നഫ്സി, ഞാൻ അവർ പ്രത്യേകമായ പരിഗണന നൽകും. വൈദാ ദക്കറനീ ഫീ മലഇൻ,
എന്നാൽ ഒരു പൊതുസമൂഹത്തിനിടയിൽ എന്നെ അവൻ അനുസ്മരിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ സദസ്സിനേക്കാൾ അത്യുന്നതമായ ഒരു സദസ്സുണ്ട്, മലായിക്കത്തിൻ്റെ സദസ്സ്. അവിടെ ഞാൻ ഇവനെക്കുറിച്ച് പുകഴ്ത്തും. അള്ളാഹു പുകഴ്ത്തുന്നത് വെറുതെ ആവില്ലല്ലോ. അള്ളാഹു ഇവനെ സ്വീകരിക്കുകയാണത്. അള്ളാഹു സ്വീകരിച്ചാൽ അവർക്ക് സ്വർഗമാണുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, അല്പം അടുക്കുമ്പോൾ അള്ളാഹ് കൂടുതൽ അടുപ്പിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹുസ്നുല്ലനെ കുറിച്ച് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും ആ വിഷയം. അള്ളാഹിനെക്കുറിച്ച് നല്ല ബോധവും ചിന്തയും പ്രതീക്ഷയുമായിരിക്കണം ഉണ്ടാകേണ്ടത്. പക്ഷേ ആരിഫീങ്ങൾ പറഞ്ഞത് കാണാം, റജാഉക ലിറഹ്മതി മൻ ലാ തുതിഉഹു മിനൽ ഹുംഖി വൽ ഖിദ്ലാൻ. നീ അനുസരിക്കാത്ത ഒരാളുടെ കാരുണ്യം പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് മനുഷ്യരിൽ തന്നെ പലരിൽ നിന്നും നാം റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവൻ എനിക്ക് ഇന്നത് തരും. അവൻ ഗൾഫിൽ നിന്ന് വരികയാണ്, എനിക്കൊരു മൊബൈൽ കൊണ്ടുവരും. ഇപ്പോൾ ഉള്ള പുതിയ ഒരു കുട്ടികളുടെ ആഗ്രഹം ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുവരും എന്ന് നീ പ്രതീക്ഷിക്കുന്നത് ആരിലായിരിക്കണം? നീ ഒരിക്കലും അനുസരിക്കാത്ത ഒരാളാണ്. അയാൾ പറഞ്ഞ ഒന്നും ഈ കേൾക്കലില്ല. അയാൾ ഗൾഫിൽ പോണതിന് മുമ്പ് അയാൾ പറയണ ഒന്നും നീ അനുസരിക്കൂല. അപ്പം അയാൾക്ക് നിന്നോട് യാതൊരു പ്രതിപത്തിയുമില്ല. അയാൾ വരുമ്പോൾ നല്ലൊരു ആപ്പിൾ ഫോൺ കൊണ്ടുവരും നീ പ്രതീക്ഷിച്ചിരുന്നാൽ നീയല്ലേ വങ്കൻ. ഇതാ ആരിഫീങ്ങൾ പറഞ്ഞത്, റജാഉക റഹ്മത മൻ ലാ തുതിഉഹു മിനൽ ഹുംഖി വൽ ഖിദ്ലാൻ. നീ അനുസരിക്കാത്ത ഒരാളിൽ പ്രതീക്ഷ വെക്കുന്നത് വങ്കത്വമാണ്. അപ്പം അള്ളാഹുവിൽ നമുക്ക് ഹുസ്നുൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷക്ക് ന്യായമാകണമെങ്കിൽ അള്ളാഹുവിന് അനുസരിക്കുക എന്നത് വരണം നമുക്ക്. അല്ലെങ്കിൽ ഇവൻ്റെ മാതിരി ഉണ്ടാവും. അവന് യാതൊരു വിധത്തിലുള്ള ബാധ്യതയോ വിധേയത്വമോ ഒരു താല്പര്യമോ അവൻ ഒട്ടും അനുസരിക്കുകയോ സ്നേഹബന്ധമോ ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ എനിക്ക് സന്തോഷത്തിന് നല്ല ഒരു ലാപ്ടോപ്പ് കൊണ്ടുവരുമെന്ന് ആഗ്രഹിക്കുന്നത് വങ്കത്തമാണ്. അവനത് കിട്ടൂല, വരൂല. അപ്പം അള്ളാഹുവിനോട് നമ്മൾ ഹുസ്നുൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ നാം പൊട്ടന്മാരാകുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ വൈകാരികമായ നമ്മുടെ ഈ സമീപനത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടും അപകടകരമാണ്. ഒന്ന്, നാം ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയായി അള്ളാഹു എനിക്ക് ഇങ്ങനെയൊക്കെ എല്ലാ നന്മകളും വാരിക്കോരി തരല്ലേ. അപ്പം ഇനി ഇതേപോലെ തന്നെ അള്ളാഹു തആല എന്നെ സ്വർഗത്തിലേക്ക് അങ്ങ് സ്വീകരിച്ച് ആനയിച്ചങ്ങ് കൊണ്ടുപോകും, ഞാൻ എങ്ങനെ ജീവിച്ചാലും എന്ന് വിചാരിക്കൽ അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള നിർഭയത്വം. ഒരു അള്ളാഹുവുമായി നിനക്ക് യാതൊരു പ്രത്യേകമായി ഒന്നും അവകാശപ്പെടാനില്ല, പ്രതീക്ഷിക്കാനുമില്ല. അള്ളാഹു നിന്നോട് പറഞ്ഞതൊന്നും നിൻ്റെ ജീവിതത്തിൽ നീ പാലിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹ് കരീം, അറബികളൊക്കെ വായിൽ വന്ന അള്ളാഹ് കരീം, എന്ത് തോന്നിയാസം ചെയ്താലും അള്ളാഹ് കരീം എന്നറിയും ചില ആൾക്ക്. അള്ളാഹു കരീം തന്നെയാണ്, പക്ഷേ എനിക്കത് കിട്ടൂല. അള്ളാഹിൻ്റെ കറന്ന് വിഡ്ഢിത്തത്തിനോ തോന്നിവാസത്തിനോ തെമ്മാടിത്തത്തിനോ അള്ളാഹുവിൻ്റെ കറമും റഹ്മത്തും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കരീമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. എന്നാൽ ആ റഹ്മത്ത് ലഭ്യമാകാൻ അള്ളാഹുവിനെ അനുസരിക്കണം. സ്വാഭാവികമല്ലേ അത്? അപ്പം അനുസരിക്കാതെ തെറ്റുകളിലൂടെ അങ്ങ് സഞ്ചരിക്കുകയോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്ത് അള്ളാഹ് കരീം എന്ന് പറഞ്ഞിട്ട് അവൻ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ശിക്ഷയിൽ നിന്നും അന്യായമായി നിർഭയത്വം കൊള്ളുന്നവനാണ്. ഇന്നഹു ലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അമ്നും മിൻ മക്രില്ല അതുണ്ടാകാൻ പാടില്ല. അപ്പം അള്ളാഹിനോട് ബഹുമാനപ്പെട്ട സുഹൈബുർ റൂമിയെ
ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ അല്ലാത്തവരെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയൊന്നും നമ്മൾ പറയാനില്ലല്ലോ. ഏറ്റവും ഒന്നാമത്തെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അവിടുന്ന് അല്ലാഹു തആലാനെ കുറിച്ച് എന്തായിരുന്നു അവിടുന്ന് പറഞ്ഞ ഹദീസ് കാണാം. വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാഹ്, എനിക്ക് ഏറ്റവും വലിയ നിർവൃതി, എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഫി സ്വലാഹ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭൂതിയാണ്. അതെന്താ? നിസ്കരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. നിസ്കാരം പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ മാനസികാവസ്ഥയും. അതിന് കാരണം എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാൽ മതി ഇനിയെന്ന് തോന്നണ മാതിരി. എന്നാൽ ഇമ്പമുള്ള ഒരു പ്രസംഗമോ പാട്ടോ ഇവിടെ കേൾക്കുമ്പോൾ അത് തീരരുതായിരുന്നു എന്ന് ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവും. ഇത് തന്നെയാണ് നിസ്കാരത്തിനും നാം അനുഭവിക്കുന്നത്. നമ്മുടെ കർണാനന്ദകരമായ ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ സംഗീതസാന്ദ്രമായ ഒരു പ്രസംഗം ഇങ്ങനെ ഒഴുകി വരികയാണ്. മണിക്കൂറുകൾ പ്രസംഗിച്ചാലും നമുക്ക് മതിയാകണില്ല കേട്ടിട്ട്. നമുക്കാണ് തോന്നുക തീരരുതായിരുന്നു, അദ്ദേഹം നിർത്തരുതായിരുന്നു എന്നാ. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിലുള്ള അനുഭൂതി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാന ഇദാ ജദ്ദ ബിഹിൽ അംറു അജില ഇല സ്വലാ. എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ, നമുക്ക് ടെൻഷനുകളിലൂടെയാണ് നമ്മുടെ ജൈത്രയാത്ര. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ എല്ലാം ടെൻഷനല്ലേ. ഇപ്പോൾ റോഡുമൊക്കെ ഇറങ്ങാൻ പോലും പറ്റൂല. എന്ത് ടെൻഷൻ വന്നാലും അജില ഇല സ്വലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള ഒരൊറ്റ മൂലി, വേഗം നിസ്കരിക്കുക. അല്ലാഹു അക്ബർ, മുഴുവൻ ടെൻഷനും പമ്പ കടന്നു. അതാ ഒരൊറ്റ തക്ബീർ കൊണ്ട് പോകും. എങ്ങനെ പോണത്? നമ്മൾക്ക് തക്ബീർ ഇല്ലാൽ അതുവരെ ഇല്ലാത്ത ഓർമ്മകളൊക്കെ തികട്ടി വരും. അത് നമ്മളെ തക്ബീറും മറ്റേ തക്ബീറും തമ്മിൽ വ്യത്യാസമാണ്. അല്ലാഹു അക്ബർ, ആ വചനത്തിൻ്റെ മാസ്മരികത ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു ഏറ്റവും വലിയ മഹാനാണ്, മഹത്വം ഉടയവനാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഭൗതിക ലോകം നിസാരമാണ്, ഇവിടെയുള്ള സന്തുഷ്ടികൾ നിസാരമാണ്, ഇവിടെയുള്ള ടെൻഷനുകൾ നിസാരമാണ്. അള്ളാഹുവിൻ്റെ മഹത്വം ഞാൻ എൻ്റെ ഖൽബിൽ ഉൾക്കൊള്ളുന്നതോടുകൂടെ അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സൊന്ന് പോകുന്നു. ടെൻഷൻ ഫ്രീ. ഈ ടെൻഷൻ പോകാനാണ് നമ്മൾ പല ഡിവൈൻ ഹോമുകളിലേക്കും മറ്റുമൊക്കെ പോണത്. ഒരു അല്ലാഹു അക്ബർ കൊണ്ട് ടെൻഷനൊക്കെ പോയി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതല്ല. അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളായ ദൈവജ്ഞരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക് ഇത് അനുഭവമുള്ളതാ. അലി റളിയല്ലാഹു അൻഹുവിന് അമ്പേറ്റ ചരിത്രം നമുക്കറിയാം. യുദ്ധത്തിൽ തൊടാൻ വയ്യ, മസിലിന, കാലിൻ്റെ മുട്ടിന് കീഴെയുള്ള മസിലിന. ആ മസിലിന് നമ്മളൊരു മുറി പറ്റിയാൽ നമുക്കും അറിയാലോ അതിൻ്റെ വേദന. അമ്പ് തുളഞ്ഞു കയറിയിട്ടുണ്ട്, അമ്പ് എടുക്കാൻ വയ്യ. ഇന്നിപ്പോൾ അനസ്തീഷ്യൊക്കെ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തെടുക്കാം. അന്ന് അനസ്തീഷ്യൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്? മൂപ്പര് പറഞ്ഞ് ഞാൻ നിസ്കരിക്കട്ടെ, അപ്പം നിങ്ങൾ എടുത്തോളൂ. ഞാൻ നിസ്കരിക്കട്ടെ, അപ്പം എടുത്തോളൂ. അദ്ദേഹം നിസ്കാരം കഴിഞ്ഞു. അദ്ദേഹം ചോദിക്കുക, എന്തെങ്കിലും അമ്പ് ഊരിയില്ലേന്ന്. അപ്പോൾ അവിടെ സന്നിഹിതർ പറഞ്ഞു, അമ്പൊക്കെ നമ്മൾ നേരത്തെ എടുത്തു, മൂപ്പരത് അറിഞ്ഞിട്ടില്ല. മൂപ്പർ നിസ്കരിക്കുമ്പോൾ നേരത്തെ തൊടാൻ പറ്റാതിരുന്ന ഈ സാധനം അത് ഊരിയെടുത്ത് മൂപ്പർ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ലോകത്തില്ല.
അതാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നിസ്കാരം ഒരു മുഅ്മിനിൻ്റെ മിഅ്റാജാണ്. എന്താ മിഅ്റാജ്? മിഅ്റാജ് രാവ് ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, റജബ് 25 രാവ്. എന്താണ് ഈ മിഅ്റാജ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശാരോഹണം നടത്തി. സ്വഹീഹായ സനദോടുകൂടെ നമുക്ക് ലഭ്യമായ തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും അതുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഖുർആനിൽ ഇസ്രായെ ഉള്ള മിഅ്റാജ് ഇല്ല എന്ന് ചില ആളുകൾ പറയണത് കേൾക്കാം. ഈ അസ്റ എന്ന് പറഞ്ഞ പദം ആ ഇസ്രാ അല്ലേ? ആ രാത്രി തന്നെ ആ മിഅ്റാജും നടന്നത്. ആ മിഅ്റാജിനെയും ഉൾക്കൊള്ളിച്ചാണ് ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹു നിശ്ചയിച്ച ഒരു വലിയ ഒരു ചരിത്ര യാത്രയാണ് മിഅ്റാജ്. അങ്ങനെ അള്ളാഹുവിനുമായി മുനാജാത്ത് ചെയ്ത് അള്ളാഹുവുമായി സംഭാഷണം നടത്തി അള്ളാഹു നൽകിയ ഒരു മഹാ ഗിഫ്റ്റായ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഖുർആൻ നിസ്കാരം അതൊക്കെ നൽകി പറഞ്ഞയച്ച്. അപ്പം അങ്ങനെയുള്ള ഒരു സഞ്ചാരമാണ് മുഅ്മിനിൻ്റെ നിസ്കാരം എന്ന് നമുക്കറിയാം, ഹദീസിൽ കാണാം. അപ്പം ആ വിധത്തിൽ നാം നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നാം അതിലേക്ക് തിരിച്ചുവിടുക. അതിന് പ്രത്യേകമായ ഉപാസനകളോ പ്രത്യേകമായ സന്യാസമോ ഒന്നും അതിന് വേണ്ട. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഇടപെടുന്ന ഏത് മേഖലയാണോ അതെല്ലാം അള്ളാഹുവിനുള്ള ഇബാദത്തായി അള്ളാഹിൻ്റെ പൊരുത്തത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് നമ്മുടെ മനഃശുദ്ധി കൊണ്ട് നമ്മുടെ നിയ്യത്ത് കൊണ്ട് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കിയതാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ ദ്വാരക്കണ്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. പടച്ചോനെ നിൻ്റെ ന്യൂനപക്ഷത്തിൽ എന്നെ കൂട്ടണേന്ന്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഇതെന്ത് ദ്വാ, ഇത് എവിടെ നിന്ന് കിട്ടിയാ എനിക്ക്? ന്യൂനപക്ഷത്തിൽ, നമ്മളെ ഭൂരിപക്ഷത്തിലും കാനല്ലേ നമുക്ക് ബൂതി ഉണ്ടാകുക. നിൻ്റെ ന്യൂനപക്ഷത്തിൽ എനിക്കും അംഗത്വം തരണേ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടെ, എന്ത് ദ്വാ, ആരാ എനിക്ക് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു പ്രാർത്ഥനയാണ്. വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. എൻ്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ള കൃതജ്ഞരായ ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വളരെ കുറച്ച്, ആ ന്യൂനപക്ഷത്തിൽ എന്നെ കൂട്ടണേ എന്നാണ് ഞാൻ ദ്വാരുന്നത്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പടച്ചോനെ, അള്ളാഹുവിൻ്റെ ഖുർആന് ഉമറിന് മാത്രമേ അറിയാത്തതുള്ളൂ, മറ്റവർക്കൊക്കെ എന്നേക്കാൾ ഇൽമുണ്ടല്ലോ എന്ന് അദ്ദേഹം അവിടെ വികാരപ്പെട്ടു കരഞ്ഞത് ചരിത്രത്തിൽ കാണാം. ആ വിധത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ സദ്ഭാവന അത് നമ്മെ കർമ്മോത്സുകരാക്കണം. എന്നാൽ അള്ളാഹുവിന് ശിക്ഷയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തിന്മക്ക്. ആ ശിക്ഷയെക്കുറിച്ചുള്ള അമിതമായ നമ്മുടെ ടെൻഷൻ, അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട അപകടം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ വരും. അള്ളാഹുവേ, ഞാൻ ഇത്രയും 10-50 വയസ്സ് ജീവിച്ചിട്ട് 10-25 വയസ്സ് ജീവിച്ചിട്ട് എൻ്റെ ജീവിതമൊക്കെ അള്ളാഹിൻ്റെ പൊരുത്തമില്ലാതെയാണല്ലോ നടന്നു പോയത്, ഇനി ഞാൻ നന്നാവൂല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അന്ത്യനിമിഷത്തിൽ യുദ്ധക്കളത്തിൽ ഒരാൾ മുസ്ലിമായി, അദ്ദേഹം യുദ്ധക്കളത്തിൽ മുസ്ലിമായ ആളാണ്. പ്രായാധിക്യം വന്നതിന് ശേഷം മുസ്ലിമായി, അതിന് അടുത്ത നിമിഷം തന്നെ ശത്രുക്കളുടെ വാളുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമില ഖലീലൻ വകസബ കസീറൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചെറിയ നന്മ കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം നേടിക്കഴിഞ്ഞു, സ്വർഗലോകം. അപ്പോൾ നമ്മുടെ അമലുകളുടെയും പ്രവർത്തനങ്ങളുടെയും ക്വാണ്ടിറ്റിയേക്കാൾ പ്രധാനം അതിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ ഏത് ചെയ്യുന്ന സമയത്തും അള്ളാഹുവിനോട് നമുക്ക് സ്നേഹവും ആദരവും ബഹുമാനവും ശുഭപ്രതീക്ഷയും നിലനിർത്തിക്കൊണ്ട് നാം ചെയ്യുമ്പോൾ അത് ഇരട്ടി ഇരട്ടിയായി അതിന് അള്ളാഹു തആല പ്രതിഫലം നൽകുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.